നമസ്കാരം, താജു ബാങ്കോടാണ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം നാട്ടിൽ പല ഓൺലൈൻ ബിസിനസ്സുകൾ നടക്കുന്ന സമയമാണ്. അപ്പോൾ നാട്ടിലുള്ള നമ്മളെ ഭാര്യമാരായാലും പെങ്ങന്മാരായാലും അവരൊക്കെ ഭർത്താക്കന്മാരിൽ നിന്ന് ചെലവ് കഴിച്ച് ബാക്കി വെക്കുന്ന പൈസ കൊണ്ട് അല്ലെങ്കിൽ കടം വാങ്ങിയിട്ട് അല്ലെങ്കിൽ കുറി ഉണ്ടെങ്കിൽ ആ കുറി പിടിച്ചിട്ടൊക്കെ ആയിട്ട് ഭർത്താക്കന്മാർ അറിയാതെ ചില ഓൺലൈൻ ബിസിനസ്സിലേക്ക് പൈസ ഇടുന്നുണ്ട്. അതിപ്പോൾ അടുത്തതായിട്ട് കാണുന്നുണ്ട്. അതിലിപ്പോൾ അടുത്ത ഒരു 3-4 ദിവസം മുമ്പ് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തതൊക്കെ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. കഴിഞ്ഞ വെള്ളിയാഴ്ച ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരോടാണ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, കാരണം എന്താ വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില സമയം വീട്ടിൽ നിന്ന് സമ്പാദിക്കുക എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പുറപ്പെട്ടത്. സ്വാഭാവികമാണ്. പക്ഷേ ഇതിങ്ങനെ നിങ്ങൾ അബദ്ധത്തിൽ പെട്ട് നിങ്ങൾ ആ ഒരു ട്രാപ്പിലേക്ക് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ആരോടും പറയാതെ നിങ്ങൾ തന്നെ കുറെ ഡിപ്രഷനെല്ലാം അടിച്ചിതാക്കി അവസാനം നിങ്ങൾ നിങ്ങളുടെ ജീവൻ അവസാനിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ പോകുന്നുള്ളത്. ഇതിനൊക്കെ മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ 3 വ്യക്തികൾ ഉണ്ടാവും ഇതെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള 3 വ്യക്തികൾ. അതിൽ ഒന്നാമത്തേത് കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭർത്താവ്, കല്യാണം കഴിയാത്തതാണെങ്കിൽ ഫാദർ അല്ലെങ്കിൽ ആങ്ങളമാരുണ്ടാവും. നിങ്ങളൊരു കാര്യം വിചാരിക്കണം, എന്ത് പ്രശ്നം നമ്മളെ കുടുംബത്തിൽ ലേഡീസിന് സംഭവിച്ചാലും അതിനെ പരിഹരിക്കാനുള്ള എല്ലാ കഴിവുമുള്ള ആൾക്കാരാണ് ഈ ആണുങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ചില സമയം നിങ്ങൾ പറയുമ്പോഴേക്ക് ആ പറയുന്ന സ്പോട്ടിൽ ഇവർ ചില സമയം നിങ്ങളോട് ചൂടാവും. ആ ചൂടാകുന്നതിൽ നിങ്ങൾ നിർത്തും. എന്തായാലും നിങ്ങൾ അവർ കൊല്ലൂലാലോ, അത് ഉറപ്പല്ലേ. പണം ഇന്ന് പോകും നാളെ വരും. ആ ചൂടായി കഴിഞ്ഞാലും ആണുങ്ങളെ സ്വഭാവം ഉണ്ട്, അത് പെട്ടെന്ന് അവരത് റിക്കവർ ചെയ്ത് ഇങ്ങനെ ആലോചിക്കുക അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാന്നുള്ളത്. നിങ്ങളോടുള്ള ദേഷ്യമൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളെ ശാസിക്കും. പക്ഷെങ്കിൽ ഈ അപകടത്തിൽ നിന്ന് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അപ്പുറത്തെ ഭാഗത്തുള്ള ഈ കള്ളന്മാർ തുനിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കാനുള്ള എല്ലാ കഴിവും നിങ്ങളെ ഭർത്താക്കന്മാർക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളെ സഹോദരന്മാർക്കുണ്ട്, അനിയനായാലും ജ്യേഷ്ഠനായാലും, നിങ്ങളെ ഫാദറിനുണ്ട്, ബാപ്പാക്കുണ്ട്, അച്ഛനുണ്ട്. നിങ്ങൾ ഈ കാര്യം ഇവരോട് തുറന്ന് പറയണം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പെട്ടുപോയി, ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രശ്നമില്ല. ആ പൈസ പോയി എന്നല്ലാതെ ബാക്കിയുള്ളത് നിങ്ങളെ ഭർത്താവായാലും ജ്യേഷ്ഠനായാലും ഫാദർ ആയാലും അത് അവർ ഏറ്റെടുക്കാണ്. ബാക്കിയുള്ളത് അവരത് തീരുമാനിക്കുക. അവർക്ക് ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്നുള്ളത് അവർക്കറിയും. അത് നിങ്ങൾ പറയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കാണ് പല അപകടങ്ങളും വരുന്നത്. നിങ്ങളെ കൂടുതൽ ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കും. നിങ്ങളെ ഭർത്താവിനോട് പറയുമ്പോൾ അച്ഛനോട് പറയും, അങ്ങനെ പറയും ഇങ്ങനെ പറയും എന്നൊക്കെ പറയുമ്പോഴേക്ക് നിങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. നേരെ മറിച്ച് നിങ്ങൾ ഇത് ഫസ്റ്റ് തന്നെ ഇങ്ങനെ സംഭവിച്ച് നിങ്ങൾക്ക് അമളി പറ്റി അബദ്ധം പറ്റി നിങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ അപ്പം തന്നെ നിങ്ങൾ ഭർത്താവിനോട് അച്ഛനോട് അല്ലെങ്കിൽ ആങ്ങളമാരോട് പറഞ്ഞ്, ആങ്ങളമാർ പരിഹരിക്കാൻ പറ്റുന്ന ആങ്ങളമാരായിരിക്കണം. ആങ്ങളമാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കാം ചെയ്യുന്ന ആൾക്കാരുടെ പകുതി ഊർജവും പോകും. കാരണം എന്താ വെച്ചാൽ ഇവരാകെ ഭീഷണിപ്പെടുത്തുന്ന നിങ്ങൾ ഈ ഉപ്പാനോട് ഭർത്താക്കന്മാരോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ തന്നെ ഇവരോട് ഇങ്ങനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുവിധം നിങ്ങൾ രക്ഷപ്പെടും. ബാക്കി നിങ്ങളെ ഭർത്താക്കന്മാരായാലും നിങ്ങൾ ആരോടാണ് പറഞ്ഞത് അവരാ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഏത് വിധത്തിൽ കയ്യൂക്കാണെങ്കിൽ കയ്യൂക്ക്, നിയമപരമായിട്ടെങ്കിൽ നിയമപരമായിട്ട്. അതാണ് ആണുങ്ങളിലുള്ള ഒരു ക്വാളിറ്റി. അത് നിങ്ങൾക്ക് അറിയായിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് അവർ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവൻ പോലും നോക്കാതെ അതിന് ഇടപെടും. ആ ഇടപെടൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് സഹോദരിമാർ ഇത് മനസ്സിലാക്കുക. ഈ വീഡിയോ കേൾക്കുന്നതും കാണുന്ന ആൾക്കാർ മാക്സിമം നമ്മളെ സഹോദരിമാരിലേക്ക് ഇത് എത്തിക്കുക. എന്നിട്ട് അവർക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും. ഒരുപാട് കാണുന്നത് കൊണ്ട് പറയണം. ഒരുപാട് നാട്ടിൽ ഇങ്ങനെ ഓൺലൈൻ പർച്ചേസിൽ കൂടിയിട്ട് പറ്റിക്കപ്പെടുന്നത് കൊണ്ട് പറയുന്നതാണ് ഈ ഒരു വീഡിയോ. നമ്മൾ ജീവൻ നശിപ്പിച്ചിട്ട് എന്താണ് കാര്യം? നമ്മളെ മക്കൾ അനാഥരായി, കുടുംബത്തിലെല്ലാം നഷ്ടപ്പെടും. അപ്പൊ അതിന് നിൽക്കാതെ നിങ്ങൾ വേണ്ടപ്പെട്ടവരോട് പറയുക എന്നുള്ളതാണ്. ഇനി അതും ധൈര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുക. ധൈര്യമായിട്ട് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടും. നിങ്ങൾ അവരിനി എന്ത് പേടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് വഴങ്ങാതെ നിൽക്കുക, വേണ്ടപ്പെട്ടവരെ അറിയിക്കുക. ഇനി ഇതോടൊപ്പം എനിക്ക് പറയാനുള്ളത് ഭർത്താക്കന്മാരോട്, അച്ഛന്മാരോട്, ആങ്ങളമാരോട്, നിങ്ങളോട് നിങ്ങളെ ഭാര്യ, സഹോദരി, മക്കള് വന്ന് ഇതേപോലെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അവരെ ശാസിക്കരുത്. ശാസിക്കുമെന്നറിയാം, അത് നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് മനസ്സിലാക്കിയിട്ട് അവർ നിങ്ങളെ സഹായിക്കണം. നിങ്ങൾ ഒരുമിച്ച് കൂടെ നിൽക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഓക്കെ, എൻ്റെ പേര് താജു ബാങ്കോട്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ മാക്സിമം ഫാമിലി ഗ്രൂപ്പിലേക്കെല്ലാം ഷെയർ ചെയ്യാം. ഓക്കെ.